അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ. നോമ്പ് 4 മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ തുറന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ നോമ്പ് 4ൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ചീരോ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫാട്ടോ നമ്മൾ കറി വെക്കുന്നത്. അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഞ്ഞീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചീരോ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കിച്ചണിൽ കാര്യം വളരെ കഞ്ഞി അവിടെ റെഡിയാക്കി വെക്കും കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്ന പണി അതാണ്. പിന്നെ പത്തിൽ കല്ലിൽ വെച്ചാൽ പിന്നെ കുറേ കയ്യും, പിന്നെ അടുപ്പൊന്ന് ഫ്രീ ആകേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ റെഡി ആയാൽ പിന്നെ അത് നോക്കണ്ടല്ലോ. അപ്പോൾ ചീരോ കഞ്ഞി സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പണികളൊക്കെ നമുക്ക് തുടങ്ങാം. ഉമ്മതേ ബീഫിൻ്റെ പണിയിലാണ്. ഗ്യാസ് മേലെ ചെറിയ കുക്കറിൽ വെച്ചിട്ടുള്ളത് പൊയ്ക്കേണ്ടതാണ് കേട്ടോ. ഇന്ന് കായ്പൊയ്ക്കാണ്. കായ്പൊയ്ക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫിൽ വെളിച്ചെണ്ണയും കുരുമുളക് ഉരുളക്കിഴങ്ങ് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉമ്മ അതും അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് മുട്ട കൊണ്ടൊരു സ്നാക്കാട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ കഞ്ഞി കഴിച്ച അടുപ്പത്ത് തന്നെ നമ്മൾ മുട്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടാൽ നമുക്ക് തോല് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെന്ത് ഇറക്കി വെച്ച അടുപ്പത്ത് തന്നെ പത്തിൽ കല്ല് വെച്ചിട്ടുണ്ട്. പത്തിൽ നമുക്ക് പരത്തിയിട്ട് കല്ലുമ്മലിട്ട് കൊടുക്കാം. ടയർ പത്തിൽ നിന്ന് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് പുട്ടും കൂടി ചുടാമെന്നാണ് പ്ലാനിങ്. അപ്പോൾ പത്തിൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മോമിക്കുട്ടൻ വന്നിട്ടാ സ്കൂളും വിട്ട് 4 മണി കഴിഞ്ഞ പാട് അവൻ എത്തിയിട്ടുണ്ട്. കഞ്ഞി നേരത്തെ വെക്കുന്ന ഇങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ. അവൻ കൊയ്യാന്ന്, അപ്പോൾ അവനിക്ക് കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ മുട്ട കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ, അതിന് വേണ്ടിയിട്ടോ ഈ ഒരു ചമ്മന്തി, മുട്ട ചമ്മന്തി എന്ന് പറയും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചമ്മന്തി പൊടിക്കുക. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, മല്ലി, പുതിന കൂടി വേണം കേട്ടോ. എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്തത് കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചമ്മന്തി പൊടിച്ചെടുക്കുക. അപ്പോൾ മോമിക്കുട്ടൻ മുട്ടയൊക്കെ തോല് പൊളിച്ച് തരുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മുട്ട തോല് പൊളിക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ നെടുക കീറി കൊടുക്കാം. മുട്ട നല്ലോണം വേവണം കേട്ടോ, എന്നാലും ഇതുപോലെ കീറാനാവും നല്ല എളുപ്പത്തിൽ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്യാം. ആ മഞ്ഞ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ പൊടിച്ചു വെച്ച ചമ്മന്തിയിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. മഞ്ഞ മാറ്റുക, എന്നിട്ട് വെള്ളം ഇതുപോലെ മാറ്റി വെക്കുക. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പരീക്ഷിക്കുന്നത്. മുട്ട ബജി ആട്ടോ, അല്ലാണ്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കൽ മുട്ട ബജീൻ്റെ മോഡൽ തന്നെ, പക്ഷേങ്കിൽ ഈ മുട്ടേൻ്റെ ഉള്ളിൽ ചമ്മന്തി വെക്കുന്നത്, അത്ര മാത്രമേ അതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. ബട്ട് സത്യം പറയാലോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നമ്മൾ മുട്ട ബജീൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം ഉള്ളിൽ ആ ചമ്മന്തിയൊക്കെ വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ഒരു രസമെങ്കിലും നോമ്പ് ഓർക്കാൻ ഇതൊന്ന് ഉണ്ടാക്കി വെക്കട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് മഞ്ഞൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് ചമ്മന്തിയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ നിങ്ങൾ? ഇനി ഈ ചമ്മന്തിയിലിട്ട് ഈ മുട്ടേൻ്റെ മഞ്ഞ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. സാധാരണ മുട്ട കൊണ്ട് എപ്പോൾ മുട്ട വരിഞ്ഞു ഒരിക്കലാട്ടാ ചെയ്യുക, നിങ്ങൾ കാണലുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ കുറേ ദിവസമായി ഞാൻ ഈ ഒരു റെസിപ്പി പരീക്ഷിക്കണം എന്ന് വിചാരിക്കുന്നു. ഇനി പണിയൊന്നുമില്ല. ഇനി നമ്മുടെ ഈ ചമ്മന്തി മുട്ടേൻ്റെ ഇതുണ്ടല്ലോ, അത് ഈ മുട്ടേൻ്റെ നമ്മൾ മഞ്ഞ പോക്കിയ സ്പേസിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് കഴിയട്ടാ. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മുട്ടയുടെ വെള്ളയിലും ഈ ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയായിട്ടാണ് എടുക്കുന്നത്. മുട്ടങ്ങളെടുത്ത് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അളവ് കൂട്ടാം. 2 സെയിം അളവിലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ബജിക്ക് ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ സെയിം ബാറ്ററൊന്നും മാറ്റമില്ല. അത് തന്നെയാണ് ബാക്കി പ്രൊസീജിയറെല്ലാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരിത്തിന് നല്ല ഫ്ലേവർ ഉണ്ടാവും ഗരം മസാല ചേർത്താൽ. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ്, അല്ലാണ്ട് ലൂസായി പോകരുത്, ഒരു അധികം ലൂസും അല്ല എന്നാൽ അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പരുവത്തിലാട്ടോ നമുക്കിത് കിട്ടേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. കായ് പുഴുങ്ങിയതും റെഡി ആയിട്ടാ. ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടായ കദളിക്കായിട്ടാ ഇന്ന് പുഴുങ്ങിയത്. അപ്പോൾ ഉമ്മ അതിൻ്റെ പണിയിലാണ്. കദളിക്കായ് റെഡി ആയിട്ടുണ്ട്. ഒരു പഴം ഇന്നലെ വന്ന ബാക്കി ബാലൻസ് ഉണ്ട് തന്നെ, ഉന്നക്കായ് ഉണ്ടാക്കിയതന്നെ. അപ്പോൾ അതുകൊണ്ട് എന്താക്കും ഇങ്ങനെ ആലോചിച്ച് തരാമെന്ന് യൂട്യൂബിലൊരു റെസിപ്പി കണ്ടു. ഒരു പഴം മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുട്ട എന്തായാലും ഉണ്ട്. 2 മുട്ടയും പൊട്ടിച്ച് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട്, നമ്മുടെ പഴമില്ലേ ഒരു പഴം, അത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നൊരു സ്നാക്കാണ്. കണ്ടില്ലേ നിങ്ങൾ? അതുപോലെ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും പഴവും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു പരീക്ഷണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കണം തോന്നൂലേ, പെട്ടെന്ന് ഉണ്ടാക്കാന്നെല്ലാം കാണുമ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന കേട്ടോ ഇത്. അപ്പോൾ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. ഒരു മൈദേൻ്റെ ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് ഞാൻ വേറൊരു ബൗൾ കൂടി എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് പാലൊഴിച്ചിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ടത്. പാലൊഴിച്ചിട്ട് ഒരു ബാറ്ററിൻ്റെ നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ പരുവത്തിന് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് പാൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ലൂസായിട്ടാണ് ഇത് വേണ്ടത്. നമ്മൾ മൈദ ദോശ ഉണ്ടാക്കൂലേ അതന്നെ. അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മുട്ട ചമ്മന്തി ഉണ്ടല്ലേ, അത് ഈ മാവിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച കടല മൈദ മാവിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് പൊരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അരിയത്ത് നിൽക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയുടെ അരിയത്ത് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അതുകൊണ്ട് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ഉണ്ടാവും, നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി സ്നാക്കാട്ടോ ഇത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്നാക്കിൻ്റെ പണിയാട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദ ഇതുപോലെ ദോശയാക്കി എടുത്തിട്ട് അത് തിരിച്ചിട്ടിട്ട് നമ്മുടെ മുട്ടയും പഴവും മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇതിൻ്റെ നടുവിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും മടക്കി എണ്ണയിൽ ഒന്ന് അപ്പുറം മൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിനാട്ടോ നമുക്ക് കിട്ടുക. എൻ്റെത് കുറച്ച് കൊളായിപ്പോയിക്ക്. എന്നിട്ട് ഇതുപോലെ നടുവൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ട് രണ്ട് ഭാഗവും ഒന്ന് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ നോമ്പോറക്കുള്ള ഐറ്റംസ്. ഇന്ന് രണ്ടും പരീക്ഷണമാണ്. ഇതൊക്കെ ഉണ്ടാക്കാന്നതിനേക്കാളും വലിയൊരു ഇടങ്ങാറ് എന്താണെന്ന് വെച്ചാൽ എന്തുണ്ടാക്കുക എന്നുള്ള പ്ലാനിങ് എത്തലാണ് കേട്ടോ. അവസാനം തീരുമാനിക്കലാണ് അതിനേക്കാളും വലിയ മെനക്കേട്. അപ്പോൾ മുട്ട ബജിയുണ്ട്, നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഇന്ന് ഇളനീൻ വെള്ളം കേട്ടോ. ഇളനീൻ കുറച്ച് മിക്സിയിലിട്ടൊന്ന് കടക്കി അങ്ങനെ വെള്ളം അടിച്ചതാണ്. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ നമ്മളെ സ്നാക്ക്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ റംദാൻ 4ൻ്റെ സ്പെഷ്യലി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.